തെക്കേ വീട്ടിലെ മായയുടെ ചാക്ക. ഇവർക്കിതിലൊരല്പം വെള്ളമൊഴിച്ച് കഴിവെച്ച എന്താ? അല്ലെങ്കിൽ ഇതുപോലെ കത്രിക എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഷീറ്റാക്കി ഒന്ന് കഴിവെച്ച എന്താ? അയ്യോ, സാനിറ്ററി മാലിന്യം ഇതിനോടൊപ്പം വയ്ക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? തൻ്റെ സാനിറ്ററി മാലിന്യം മറ്റുള്ളവർക്ക് ചുമക്കാൻ നൽകുന്നവർക്ക് പറയുന്ന പേരാണ് സംസ്കാരമില്ലാത്തവർ. ഇതെല്ലാം ഇല്ലാതാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ ക്രിയാപ്പുണ്ട്, അവർക്ക് നൽകാം. ടോയ്ലറ്റിൽ വയ്ക്കുന്ന ഇൻസുലേറ്റർ ഉണ്ട്. കുടുംബശ്രീ ഇടപെട്ട് മെയിൻസ്റ്റർ കപ്പ് നൽകുന്നുണ്ട്. അതെല്ലാം ഉപയോഗിക്കാം. സൂസി, നീ ഈ ബിന്നുമായിട്ട് എവിടെ പോയിട്ട് വരികയാ? നീ എന്താടി ഇന്ന് ഇറങ്ങാഞ്ഞത്? ഞാൻ രമചേച്ചിയുടെ വീട്ടിൽ കമ്പോസ്റ്റർ ബിന്ന് കൊടുക്കാനായിട്ട് പോയതാ. അവരവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരിപ്പോൾ വരും. പിന്നെ ഇന്ന് എൻ്റെ മോളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. നീയും കൂടെ ഇവിടെ നിൽക്കേ, എനിക്കൊരു സഹായത്തിന്. ശരി ചേച്ചി, ഞാനും കൂടി നിൽക്കാം. സൂസി, നീ എന്നെ തിരക്കിയോ? കിച്ചൺ ബിൽ വാങ്ങാൻ കാശ് അടച്ചിട്ട് എത്ര ദിവസമായി? ഇങ്ങോട്ടെടുക്ക്, കൊണ്ടുപോട്ട്. അരിയും പയറും ഒക്കെ തട്ടി വെക്കാനുള്ള ബക്കറ്റ് തന്നെ. ഇത് വാങ്ങി അങ്ങ് കൊണ്ടുപോകാനേ കസേരയും മേശയൊന്നും അല്ല. ഒന്നും പഠിക്കാതെ ഉപയോഗിച്ചാലേ പുഴുവും നാറ്റവും ഒക്കെ വരും. പിന്നെ നിങ്ങളെടുത്ത് തുണിയിട്ട് വെക്കും. തുണിയിട്ട് വെച്ചാലേ പഞ്ചായത്തുകാർ വന്ന് നടപടി എടുക്കും. ഇത് ഉപയോഗിക്കാനേ ഞാൻ പറഞ്ഞു തരാം, കേട്ട് പഠിച്ചോണം. കമ്പോസ്റ്റർ ബിന്ന് 3 തട്ടുള്ള ബിന്നാണ്. ഇതിനകത്തേക്ക് ജൈവമാലിന്യങ്ങളാണ് നമ്മൾ സംസ്കരിക്കുന്നത്. നമ്മളെ വീട്ടിൽ വരുന്ന ഫുഡിൻ്റെ വേസ്റ്റും മലക്കറി എരിയുന്ന വേസ്റ്റ് എല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഈ കവറിലിരിക്കുന്നതാണ് നമ്മുടെ ഇനാക്കുലം എന്ന് പറയുന്നത്. അതിൽ ജീവാണുവിനെ കടത്തി വിട്ടിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് വളമാക്കി മാറ്റുന്നതിന് വേണ്ടി. ആ ഇനാക്കുലം ആദ്യം നമ്മൾ 2 ഇഞ്ച് കനത്തിന് ബക്കറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്ന തട്ടിലാണ് ഇടേണ്ടത്. 2 ഇഞ്ച് കനത്തിന് ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡിൻ്റെ വേസ്റ്റും മലക്കറി എരിയുന്ന വേസ്റ്റും ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. സാമ്പാർ, അവിയൽ ഇതുപോലുള്ള മാലിന്യങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഈർപ്പം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം പുട്ടിൻ്റെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിലേക്ക് ബിന്നിലേക്ക് നിക്ഷേപിക്കുക. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ പുഴുവുണ്ടാകും, സ്മെല്ലുണ്ടാകും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ടിൻ്റെ മാവ് കുഴയ്ക്കുന്ന പരുവത്തിലെന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം നമ്മൾ ബിന്ന് തുറക്കുമ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം ബിന്നിലേക്ക് മാലിന്യങ്ങൾ ഇടാൻ ശ്രദ്ധിക്കണം. ബിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിന്നെടുത്ത് ഏറ്റവും അടിത്തട്ടിലേക്ക് കൊണ്ടുവയ്ക്കണം. അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന ബക്കറ്റ് മുകളിലേക്ക് കൊണ്ടുവരണം. 3 ബക്കറ്റും നിറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും അടിയിലിരിക്കുന്ന ബക്കറ്റിലുള്ളത് ജൈവവളമായി മാറിയിരിക്കും. ഇത് നമുക്ക് പഞ്ചായത്ത് തരുന്നത് സബ്സിഡിയോട് കൂടിയാണ്. ജൈവമാലിന്യം നമുക്ക് ഇങ്ങനെ സംസ്കരിക്കാം. അജൈവ മാലിന്യം കത്തിക്കാനോ വലിച്ചെറിയാനോ കുഴിച്ചിടാനോ പാടില്ല. അയ്യോ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ നോക്കിക്കൊള്ളാം. വലിയ ഉപകാരമായി. തിമ്മച്ചേച്ചി, നാളെ പഞ്ചായത്ത് വന്നൊരു ഒപ്പൂടി ഇട്ട് തരണേ. ആൾക്കാരെ പഠിപ്പിച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ലതാ, നാടിന് നല്ലതാ. വേസ്റ്റ് പൊതുസ്ഥലത്ത് എറിയുന്നവരുടെ ഫോട്ടോ എടുത്ത് അയച്ച ശ്യാമിനെ 2000 രൂപ കിട്ടിയെന്ന് എന്നോട് ആരോ പറഞ്ഞു. നിനക്ക് ആ നമ്പർ അറിയാമോ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനാ. ആ നമ്പരേ 94 46 700 800. 94 46 700 800. കാണാതെ പഠിക്കാവുന്നതേ ഉള്ളൂ. 94 46 700 800 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലെ മാലിന്യം വലിച്ചെറിയുന്ന ഫോട്ടോ ഇട്ടാൽ പാരിതോഷികം ഉറപ്പ്. ഫോട്ടോ അയച്ച ആളിൻ്റെ പേര് പുറത്തറിയുകയില്ല. പിന്നെ ഞാനിന്ന് ഒറ്റയ്ക്കായതിനാൽ കൂടുതൽ വീടുകളിൽ പോയില്ല. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണോ? ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടുകാരെ വളരെ മാറിപ്പോയി. പണ്ടേ നമ്മളെ വേസ്റ്റ് എടുക്കാൻ വരുന്നവരെന്നാ വിളിച്ചിരുന്നത്. ഇപ്പോഴേ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരെന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോമളത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവളെന്നെ വീട്ടിനകത്ത് കയറ്റിയിരുത്തി. പണ്ടവൾ അടുത്തുപോലും വരത്തില്ലായിരുന്നു. നാരങ്ങ വെള്ളം തന്നാ വിട്ടത്. പ്ലാസ്റ്റിക് നന്നായി കഴുകി ചാക്കിലാക്കി തന്നു. യൂസർ ഫീ തരാത്തവർ തന്നു തുടങ്ങിയിട്ടുണ്ട്. തന്നില്ലെങ്കിൽ കരമടയ്ക്കുമ്പോൾ പണം പിടിക്കുമെന്ന് മനസ്സിലായി വരുന്നു. മാത്രമല്ല, പഞ്ചായത്ത് സേവനങ്ങൾക്ക് യൂസർ ഫീ അടച്ചിരിക്കണമെന്നും ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാര്യം പറയുന്ന സമയം പോയി. കല്യാണക്കാരി പെണ്ണെവിടെ? അവൾ നമ്മുടെ വാർഷികത്തിന് ഓട്ടം തുള്ളലോ മാപ്പിളപ്പാട്ടോ ശുചിത്വ പാട്ടോ ഒക്കെ അവതരിപ്പിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നെയും കുറേയൊക്കെ പഠിപ്പിച്ചു. മോളെ വിളിയടി, പാട്ട് ഞാൻ കൂടി കേൾക്കട്ടെ. മോളെ കനകേ. എന്താ അമ്മേ?
ആ മാമി എപ്പോ വന്നു? നിന്റെ വിശേഷങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. ചെക്കനെ എനിക്കൂടി ഒന്ന് കാണണം. നീ ഏതോ പാട്ട് പഠിക്കുന്നു എന്നാണല്ലോ അറിഞ്ഞത്. ഞാൻ വാർഷികത്തിന് അവതരിപ്പിക്കാൻ ഒരു പാട്ട് പഠിക്കുകയാണ് മാമി. അമ്മയും പഠിച്ചിട്ടുണ്ട്. അമ്മ പാടും. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലാണ്. എനിക്കൂടി ഒന്ന് കേൾക്കണം. ഒന്ന് പാടിക്കേ. നാടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം, മടിക്കരുതേ മറക്കരുതേ. ആരും കിണറ്റുവക്കൽ നനയ്ക്കലും കുളിക്കലും നടത്തരുതേ മറക്കരുതേ. പടച്ചോന്റെ സ്വന്തം നാട്ടിൽ കൊതുകിനെയും കൂട്ടാടിനെയും വളർത്തരുതേ മറക്കരുതേ. തൊടിയിൽ കിടപ്പുള്ള ചിരട്ടയും പൊട്ടിയ പാത്രം വീട്ടിലൂണ് നാട്ടിലൂണ് കഴിച്ചതിന്റെ പ്ലാസ്റ്റിക് കൂട് എല്ലാം കൂടി കഴുകി വെച്ച് പച്ച കൂട് പിട്ട ചേച്ചിമാർക്ക് എടുത്തങ്ങ് കൊടുത്തിടാൻ മടിക്കരുതേ മറക്കരുതേ. നമ്മൾ വലിച്ചെറിയും പ്ലാസ്റ്റിക് എല്ലാം പുഴയിലെത്തി കടലിലെത്തി. കടലിലെ മീങ്ങൾ തിന്ന് ആ മീനുകളെ ഞങ്ങൾ തിന്ന് സൂക്കേട് പിടിപെട്ട് പായല് കിടന്നിട്ട് 10 പായം ചവിട്ടി കീറി മരിക്കരുതേ മറക്കരുതേ. നാടും ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം, മടിക്കരുതേ മറക്കരുതേ.